നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്തുന്ന വേദപുസ്തകത്തിലെ ജന്തുജാലങ്ങളിൽ കരടിയെയാണ് പരിചയപ്പെടുത്തുന്നത്. മൂഢനെ അവൻ്റെ ദോഷത്തിൽ എതിരിടുന്നതിനേക്കാൾ കുട്ടികൾ കാണാതെ പോയ കരടിയെ എതിരിടുന്നത് ഭേദം. സദൃശവാക്യങ്ങൾ 18-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. കുട്ടികൾ നഷ്ടപ്പെട്ട കരടികൾ വളരെ ഭീകരമായിരിക്കും. ഈ ആശയം വ്യക്തമാക്കുന്ന മറ്റു വാക്യങ്ങളും വേദപുസ്തകത്തിലുണ്ട്. ഹൂശായി അബ്സലോമിനോട് പറഞ്ഞത്, നിൻ്റെ അപ്പനും അവൻ്റെ ആളുകളും വീരന്മാരും കാട്ടിൽ കുട്ടികൾ കവർന്നുപോയ കരടിയെപ്പോലെ ഉഗ്രമാനസന്മാരും ആകുന്നു. നിൻ്റെ അപ്പൻ എന്നുദ്ദേശിച്ച ദാവീദ് രാജാവിനെ പറ്റിയാണ്. ഇത് 2 ശമൂവേൽ 17-ാം അധ്യായം 8-ാം വാക്യത്തിലാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. എഫ്രയീമിനോടുള്ള കോപം ദൈവം പ്രവാചകനിലൂടെ പ്രകടിപ്പിച്ചത്, കുട്ടികൾ പൊയ്പോയ കരടിയെപ്പോലെ ഞാൻ അവരെ എതിരിട്ട് അവരുടെ ഹൃദയത്തിൻ്റെ നെയ്വല കീറിക്കളയും. ഹോശേയ പ്രവാചകൻ്റെ പുസ്തകം 13-ാം അധ്യായം 8-ാം വാക്യത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ പരാമർശിക്കപ്പെടുന്ന കരടി ലെബനോനിലും ഹർമോനിലും സിറിയയുടെ പല ഭാഗങ്ങളിലും കണ്ടുവന്നിരുന്ന ഇളം തവിട്ട് നിറമുള്ള ഒരു ഭീകരമൃഗമാണ്. പഴങ്ങൾ, ഇലകൾ, തേൻ എന്നിവയൊക്കെ ഇവയുടെ ആഹാരമായിരുന്നു. പക്ഷികളുടെ മുട്ട, കുഞ്ഞുങ്ങൾ, മുയലുകൾ, ആട്ടിൻകുട്ടികൾ എന്നിവയും ഈ കരടികളുടെ ഇരയായിരുന്നു. ദാവീദ് ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കരടി വന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ദാവീദ് അതിനെ പിന്തുടർന്ന് ആട്ടിൻകുട്ടിയെ വിടുവിക്കുകയും തന്നെ ആക്രമിച്ച കരടിയെ കൊന്നുകളയുകയും ചെയ്തു. 1 ശമൂവേൽ 17-ാം അധ്യായം 34 മുതൽ 36 വരെയുള്ള ഭാഗങ്ങളിൽ സൂചിപ്പിക്കുന്നു. അഗതികളിൽ കർത്തൃത്വം നടത്തുന്ന ദുഷ്ടൻ ഗർജിക്കുന്ന സിംഹത്തിനും ഇര തേടി നടക്കുന്ന കരടിക്കും തുല്യൻ. ശലോമോൻ രാജാവിൻ്റെ പുസ്തകമായ സദൃശവാക്യങ്ങളിൽ 28-ാം അധ്യായം 15-ാം വാക്യത്തിൽ ശലോമോൻ്റെ അഭിപ്രായമായി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എലീശ പ്രവാചകൻ ബഥേലിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ചില ബാലന്മാർ വന്ന് പ്രവാചകനെ പരിഹസിച്ചു. മൊട്ടത്തലയ എന്ന് വിളിച്ച് പുറകെ കൂടി. കോപം പൂണ്ട പ്രവാചകൻ അവരെ ശപിച്ചു. കാട്ടിൽ നിന്ന് 2 പെൺകരടി ഇറങ്ങി വന്ന് അവരിൽ 42 പേരെ കീറിക്കളഞ്ഞു. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, 23-ഉം 24-ഉം വാക്യങ്ങളായിട്ട്. പാപാന്തകാരത്തിൽ ആണ്ടുപോയവരെ പറ്റി വിലപിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ പറയുന്നത്, എല്ലാവരും കരടികളെപ്പോലെ അലറുന്നു. യെശയ്യാ പ്രവചനം 59-ാം അധ്യായം 11-ാം വാക്യം. സിംഹത്തിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയവൻ കരടിയുടെ മുമ്പിൽ ചെന്നുപെട്ടതുപോലെയാകുന്നുവെന്ന് ആമോസ് പ്രവാചകൻ തൻ്റെ പ്രവചനത്തിൽ 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നു. പല ദർശനങ്ങളിലും കരടി വിഷയമാണ്. ദാനിയേൽ തൻ്റെ ദർശനത്തിൽ കരടിയോട് സദൃശമായൊരു മൃഗത്തെ കണ്ടു. അതൊരു പാർശ്വം ഉയർത്തിയും വായിൽ പല്ലിൻ്റെ ഇടയിൽ 3 വാരിയല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് നിന്നു. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 5-ാം വാക്യം. യോഹന്നാൻ ദർശനത്തിൽ കണ്ട വിചിത്ര ജീവിയുടെ കാലുകൾ കരടിയുടേതുപോലെയായിരുന്നു. വെളിപാട് പുസ്തകത്തിൽ 13-ാം അധ്യായം 2-ാം വാക്യം. സകലതും സമാധാനത്തിലും സാഹോദര്യത്തിലുമായിരിക്കുന്ന പുതുലോകത്തെപ്പറ്റി വിഭാവനം ചെയ്യുമ്പോൾ ദീർഘദർശിയായ യെശയ്യാവ് പറയുന്നത്, അവിടെ പശു കരടിയോടുകൂടെ മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 7-ാം വാക്യം. കരടിയെക്കുറിച്ച് 13 പരാമർശങ്ങളാണ് മലയാള വേദപുസ്തകത്തിൽ കാണുന്നത്. ഇംഗ്ലീഷ് പരിഭാഷയിൽ ബെയർ എന്ന നാമം ഉപയോഗിച്ചിരിക്കുന്നു. പാലസ്തീൻ നാടുകളിൽ ഉണ്ടായിരുന്ന കരടി ഊർസസ് സിറിയാക്കസ് എന്ന ശാസ്ത്രനാമത്തോടു കൂടിയ ഇനമായിരുന്നു എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇത് വിശുദ്ധ ബൈബിളിൽ കരടിയെപ്പറ്റി ഉള്ള പരാമർശം നിങ്ങളുമായി പങ്കുവച്ചു. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.